ഗുഡ് മോർണിംഗ് ഓൾ. +2 മാത്തമാറ്റിക്സിലെ 7th ചാപ്റ്റർ ഇൻ്റഗ്രൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉള്ള ഇൻ്റഗ്രൽസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി വരാനുള്ള കാര്യങ്ങളും കാരണങ്ങളുമൊക്കെ നാം വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ഇൻ ഒഴിവാക്കിയാൽ കിട്ടുന്ന ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അപ്പോൾ എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യമായിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഫംഗ്ഷൻ്റെ ചിത്രം ഞാനിവിടെ കാണിക്കുന്നു. ഇതേതാ കർവ്? ഈ റെഡ് കർവ് ഏത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്? നിങ്ങൾക്കറിയാം. ആരാ ഇത്? y = x അല്ലേ? y = x എന്ന കർവിൻ്റെ താഴെ എക്സ് ആക്സിന് മുകളിലായിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരക്കുന്നുണ്ട്. ഏതാണ് ഈ ലൈൻ എന്ന് പറയൂ. ലൈൻ്റെ ഇക്വേഷൻ പറയൂ. ലൈൻ സെഗ്മെൻറ്റാണ് വരച്ചത്, അതിൻ്റെ ഇക്വേഷൻ പറയൂ. x = 2 അല്ലേ? മറ്റൊരു ലൈൻ x = 5. x = 2 മുതൽ x = 5 വരെ ഈ കർവിൻ്റെ താഴെ എക്സ് ആക്സിന് മുകളിലുള്ള ഈ ഭാഗം കണ്ടോ നിങ്ങൾ? ഇതാണ് ആ ഭാഗം. ഈ ഭാഗത്തിൻ്റെ ഏരിയ x = 2 മുതൽ x = 5 വരെ y √x താഴെ എക്സ് ആക്സിന് മുകളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ. ഈ ഏരിയ എന്ന് പറയുന്നത് 2 മുതൽ 5 വരെ √x ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ 2 to 5 √x dx എന്ന് എഴുതാം. 2 മുതൽ 5 വരെ. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? 2 മുതൽ 5 വരെ √x ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ ഒരു റിയൽ നമ്പറാണ്, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഭാഗത്തിൻ്റെ ഏരിയ ആണല്ലോ. അതുകൊണ്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ആൻസർ കിട്ടുക. അതിൽ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ ഇൻ്റഗ്രൽസിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഞാൻ വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇൻ്റഗ്രൽ 2 to 5 √x dx എന്ന് പറഞ്ഞാൽ √x എന്നുള്ള കർവിൻ്റെ താഴെ എക്സ് ആക്സിന് മുകളിൽ x = 2 മുതൽ x = 5 വരെ ഉള്ള ഭാഗത്തിൻ്റെ ഏരിയ ആണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഒരു ചാപ്റ്ററിൽ നമുക്ക് ഏരിയ ആൻഡ് കർവ്സ് പഠിക്കാനുണ്ട്. അവിടെ ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഓർത്തു വെക്കാനുള്ളത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇൻ്റഗ്രൽ 2 to 5 √x dx ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ഇൻ്റഗ്രൽ 2 to 5 √x dx ഇവാലുവേറ്റ് ചെയ്യാൻ ആദ്യം വേണ്ടത് √x ഇൻ്റഗ്രൽ, അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഉണ്ടല്ലോ, അതൊന്ന് എഴുതുക. അതിൽ സി അങ്ങ് ഒഴിവാക്കി എഴുതിയാൽ മതി. എന്താ √x ഇൻ്റഗ്രൽ? 2/3 x⁻³ ഓക്കെ, 2/3 x⁻³ ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ. ആ ഇൻ്റഗ്രൽ എഴുതിയതിന് ശേഷം അതിന് ലിമിറ്റ് കൊടുക്കുക. 2 മുതൽ 5 വരെ എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് കൊടുക്കുന്ന രൂപം നോക്കൂ, ഇതുപോലെയാണ്. 2 മുതൽ 5 വരെ എന്ന് കൊടുത്തു. ഇവിടെ ഈ 2/3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാ. ആ 2/3 നമുക്ക് പുറത്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം ബ്രാക്കറ്റിനകത്ത് എഴുതാം. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഇതേപോലെ എഴുതി 2/3 പുറത്തെടുത്തു, ബാക്കിയുള്ളത് അകത്തെഴുതി. എന്നിട്ട് ആദ്യം ഈ അപ്പർ ലിമിറ്റ് 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ലോവർ ലിമിറ്റ് 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം എന്ത് കിട്ടും? 2/3 × 5⁻³ മൈനസ് 2⁻³ എന്ന് വരും. ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, പിന്നെ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് കാണണം. 2/3 × 5⁻³ മൈനസ് 2⁻³. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് നമുക്ക് പറഞ്ഞു തന്നത് സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഇന്റഗ്രൽ കാണുക.
ഇങ്ങനെയാണ് ഈ കർവിൻ്റെ താഴെയുള്ള ഏരിയ കാണുക എന്ന് നമുക്ക് പറഞ്ഞു തന്ന തിയറത്തിൻ്റെ പേരാണ് സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്. അതിൻ്റെ പ്രൂഫിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? ഇന്റഗ്രൽ 2 to 5 റൂട്ട് എക്സ് ഡി എക്സിൻ്റെ ഉദ്ദേശം മനസ്സിലായി, അത് ഇവാലുവേറ്റ് ചെയ്യുന്ന രൂപം മനസ്സിലായി. ആ ഇവാലുവേറ്റ് ചെയ്യുന്ന രൂപത്തിൻ്റെ വിശദീകരണം എവിടെ നിന്നാണ് കിട്ടുന്നത്? സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതാം. എഴുതിക്കോളൂ. ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് മെയിൻ ഹെഡിങ് കൊടുക്കുന്നു, താഴെ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ് എന്ന് എഴുതുന്നു. എഴുതിയല്ലോ, ശരി. താഴെ അതിന്റെ വിശദീകരണം എഴുതിക്കോളൂ. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ഈ കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിലേ നേരത്തെ പറഞ്ഞ പോലെ എഴുതാൻ പറ്റൂ. ഓക്കെ. ആൻഡ് എഫ് ബി ആൻ ആന്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. ക്യാപിറ്റൽ എഫ് സ്മോൾ എഫിന്റെ ഇന്റഗ്രൽ ആണ്, അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ് ആണ്. അന്നേരം ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി, ഇന്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒരു ഡി എക്സിന്റെ കുറവുണ്ട് ഇവിടെ, അത് നിങ്ങൾ എഴുതണം. ഓക്കെ, ഡി എക്സ് എന്നിവിടെ നിങ്ങൾ എഴുതണം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ്, ഇന്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫ്രം എ ടു ബി. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ ആന്റി ഡെറിവേറ്റീവ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ട് ഒരു ബോക്സിലാക്കി വെക്കുക. എങ്ങനെയാണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളാ. സാധാരണ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എഴുതുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അന്നേരം നമുക്ക് കിട്ടുന്ന ഫൈനൈറ്റ് ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള റിയൽ നമ്പറാണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. 73 മുതൽ 90 വരെ ഒരു 18 ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിലും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണെങ്കിലും പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടല്ലോ, അവ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എത്ര റിസൾട്ടുകളാണ് പഠിച്ചത്? ആദ്യം സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്നും പറഞ്ഞിട്ട് 22 റിസൾട്ടുകൾ പഠിച്ചു അല്ലേ? പിന്നെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽസ് പഠിച്ചു. അതിൻ്റെ കൂടെ പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന്റെ 6 ഇന്റഗ്രൽസും പഠിച്ചു. അങ്ങനെ ആകെ 32 റിസൾട്ടുകൾ നമുക്കറിയാം. ഈ റിസൾട്ടുകൾ തറോ ആകുക എന്നുള്ളത് ഡെഫിനിറ്റ് ഇന്റഗ്രലിനും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിനും ആവശ്യമാണ്. 22, 12, 34. പിന്നെന്താ 32 എന്ന് പറഞ്ഞത്? ഈ 2 റിസൾട്ടുകൾ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നാം എഴുതിയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ 32 റിസൾട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഡെഫിനിറ്റ് ആണെങ്കിലും ഡെഫിനിറ്റ് ആണെങ്കിലും ഇന്റഗ്രേഷൻ പോസിബിൾ ആകൂ എന്നുള്ള കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ശരി. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 73ാമത്തെ ചോദ്യം, ഇന്റഗ്രൽ 2 to 3x² dx. വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം x² ഇന്റഗ്രൽ എഴുതാം. നമ്മൾ പഠിച്ചു വെച്ച ഇന്റഗ്രൽ എന്താ? x² ഇന്റഗ്രൽ x³ അല്ലെ? അതിന് ലോവർ ലിമിറ്റ് 2 ആണ്, അപ്പർ ലിമിറ്റ് 3 ആണ്. അപ്പൊ s³ ഫ്രം 2 to 3 എന്ന് എഴുതാം. അതിന്റെ ശൈലി ഇങ്ങനെയാണ്: s³ ഫ്രം 2 to 3. എന്നിട്ടോ 1/3 കോൺസ്റ്റന്റ് പ്ലസ് സി എഴുതരുത്. ഇവിടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്ലസ് സി എഴുതിയിട്ട് പ്രയോജനമില്ല, സി ഒഴിവാക്കപ്പെടും എന്നതുകൊണ്ട് സി എഴുതേണ്ടതില്ല. അതുകൊണ്ട് s³ ഫ്രം 2 to 3 എന്ന് എഴുതുന്നു. എന്നിട്ടോ 1/3 കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു, ബാക്കി എഴുതുന്നു s³ ഫ്രം 2 to 3. ഇത് ബ്രാക്കറ്റ് ആണ്. ഓക്കെ. അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. 1/3 × 3³ മൈനസ് 2³ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 3³ മൈനസ് 2³ അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ. 3³ 27, 2³ 8. അടുത്ത സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ എഴുതാം. അപ്പം 19/3 എന്ന ആൻസർ കിട്ടും. s² എന്നുള്ള കർവിൻ്റെ താഴെ 2 മുതൽ 3 വരെയുള്ള ഭാഗത്തിൻ്റെ ഏരിയയാണ് 19/3. അത് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. വളരെ സിമ്പിൾ അല്ലേ? ശരി, 74ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇനി ഇതിൻ്റെ ആവർത്തനങ്ങളാണ് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നവ. ചോദ്യം സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. അതിനുശേഷം എനിക്ക് കിട്ടിയ ആൻസർ ആണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് നോക്കാം. ശരിയാണെങ്കിൽ സന്തോഷിക്കാം, തെറ്റാണെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. അടുത്ത പ്രോബ്ലം ശരിയാക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇന്റഗ്രൽ -1 to 1 x + 1 dx. ആരാ എക്സിന്റെ ഇന്റഗ്രൽ? s² / 2 + x ഫ്രം -1 to 1 അല്ലേ?
ശരി, ആദ്യം 1 എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നു. 1² / 2 + 1 മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കണം. 2 ടേം ഉണ്ട്. -1² / 2 പ്ലസ് -1 എന്ന് വരും. ഓക്കെ, അതായത് ആദ്യം ഞാൻ അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കണം, എന്നിട്ട് -1² പ്ലസ് -1 എന്നുള്ളതിന് -1 എഴുതി, എന്നിട്ട് ഈ ബ്രാക്കറ്റ് അങ്ങ് റിമൂവ് ചെയ്യുക. 1/2 + 1 -1/2 + 1 എന്ന് വരും. 1/2 ക്യാൻസൽ ചെയ്തു. 1 + 1 = 2 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, 75ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 2 to 3 1/x dx. ആരാ 1/xന്റെ ഇന്റഗ്രല്? ലോഗ് x അല്ലേ? ഏത് അർദ്ധരാത്രിയിൽ ചോദിച്ചാലും പറയേണ്ട റിസൾട്ടുകളായി ഇവയൊക്കെ. ലോഗ് xന് 2 to 3 എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നു. ലോഗ് mod 3 - ലോഗ് mod 2. 3യും 2 ഒക്കെ പോസിറ്റീവ് ആണല്ലോ, അതുകൊണ്ട് മോഡ് എഴുതണമെന്നില്ല. log 3 - log 2 എന്ന് എഴുതിയാൽ മതി. ആരാ log a - log b? log a/b നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ log a/b എന്ന് പറയുമ്പോൾ log 3/2 എന്ന ആൻസർ കിട്ടും. log 3/2 ആണ് അതിൻ്റെ ആൻസർ. 76ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 4 to 5 e⁻x dx. e⁻xന്റെ പ്രത്യേകത എന്താ? ഇന്റഗ്രേറ്റ് ചെയ്താലും ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഒന്നും ഒരു മാറ്റവും ഇല്ലാത്ത ഫംഗ്ഷൻ അല്ലേ? e⁻xന്റെ ഇന്റഗ്രൽ e⁻x ലിമിറ്റ് ഫ്രം 4 to 5. e⁻5 - e⁻4 കോമൺ, 2 ടേമിലുണ്ട്, പുറത്തെടുക്കാം. e⁻4 × e-1 is the final answer of the question. Clear? Next, 77. Integral 0 to π/2 cos 2x dx. cos 2x എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? ആരാ cos 2xന്റെ ഇന്റഗ്രൽ? cos xന്റെ ഇന്റഗ്രൽ sin x ആ. cos 2x ആകുമ്പോഴോ sin 2x മതിയോ? പോരാ, sin 2x/2 ഇന്റഗ്രേഷൻ വരെ കൃത്യമായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇന്റഗ്രൽ cos x + b dx = sin x + b / a + c എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ sin 2x / 2 അതിന് 0 to π/2 എന്ന ലിമിറ്റ് കൊടുക്കുക. ആ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 1/2 കോൺസ്റ്റൻ്റ്, അതിനെ പുറത്തെടുക്കാം. 1/2 ഞാൻ പുറത്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, sin 2 × π/2 എന്ന് വരും. sin 2 × π/2 - sin 2 × 0 ദാറ്റ് ഈസ് sin 0. ആ ഒരു സ്റ്റെപ്പ് ഞാൻ എഴുതുന്നു. 2 ക്യാൻസൽ ചെയ്തു, അപ്പോൾ sin π എന്ന് വന്നു. ആരാ sin π? 0. sin 0 0. 1/2 × 0 - 0 = 0. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ 0 ആയിരിക്കും. ഓക്കെ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാതെ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, 78ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റഗ്രൽ 0 to 1 dx/1 + x². ആരാ 1/1 + x²ന്റെ ഇന്റഗ്രൽ? 1/1 + x² ഇന്റഗ്രൽ എല്ലാവർക്കും അറിയാം, tan 1x ലിമിറ്റ് 0 to 1. tan 1 - tan 0. വാട്ട് ഈസ് tan 1? ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. tan 1 = π/4 - 0. then π/4 is the answer. 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. 79ാമത്തെ ചോദ്യം. ഇന്റഗ്രൽ 0 to 1 dx/√1 - s². വാട്ട് ഈസ് ഇന്റഗ്രൽ 1/√1 - s²? ദാറ്റ് ഈസ് sin 1x. Okay, sin 1x limit from 0 to 1. sin 1 - sin 0. What is sin 1? sin 1 is π/2. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. -0. ആൻസർ π/2. And question number 80. That is integral 2 to 3 dx/x² - 1. പറ നിങ്ങൾ, x² - 1 താഴെ വന്നാൽ അതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? മുകൾ x ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള 6 പെർട്ടിക്കുലർ ഫംഗ്ഷൻസിലെ ഒരു മോഡലല്ലേ അത്? ഇൻ്റഗ്രൽ 1/s² - a². വാട്ട് ഈസ് ഇൻ്റഗ്രൽ 1/s² - a²? 6 റിസൾട്ടുകൾ നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? ഇൻ്റഗ്രൽ 1/s² - a² = 1/2a log mod x - a/s + a + c നിങ്ങൾക്കറിയാം. അപ്പോൾ അതിവിടെ റീപ്ലേസ് എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. അപ്പോൾ 1/2 × 1 log mod x - 1/x + 1 ലിമിറ്റ് കൊടുക്കണം 2 to 3. അത് മാത്രമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. 1/2 കോൺസ്റ്റൻ്റ് ആണ്, നിങ്ങൾക്ക് പുറത്തെടുക്കാം. log 3 എന്നിവിടെ കൊടുക്കുമ്പോൾ 3 - 1 that is 2. 3 + 1 that is 4. അപ്പോൾ log 2/4
അതുപോലെ 2 കൊടുക്കുമ്പോൾ ലോഗ് 1/3 എന്ന് വരും. ആ ഒരു സ്റ്റെപ്പാണ് ഞാൻ പിന്നെ എഴുതുന്നത്. ഓക്കെ, 1/2 പുറത്തെടുത്തു, ലോഗ് 2/4 മൈനസ് ലോഗ് 1/3 ജസ്റ്റ് റീപ്ലേസ് ചെയ്തു. ഇനി ആരാ 2/4 എന്ന് പറയുന്നത്? 1/2 അല്ലെ? 1/2 ലോഗ് 1/2 മൈനസ് ലോഗ് 1/3. ഇതിനെ കുറച്ച് ഭംഗിയിൽ എഴുതാൻ വേണ്ടി ലോഗ് എ മൈനസ് ലോഗ് ബി. ആരാ ലോഗ് എ മൈനസ് ലോഗ് ബി? ലോഗ് എ ബൈ ബി. അപ്പോൾ ലോഗ് 1/2 ബൈ 1/3 എന്ന് വരും. ദാറ്റ് ഈസ് ലോഗ് 1/2 ഇൻറ്റു 3/1 എന്ന് വരും. ദാറ്റ് ഈസ് ലോഗ് 3/2 എന്ന് വരും. ലോഗിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചു എന്ന് മാത്രം. വളരെ സിമ്പിളാണ്. 1/2 ലോഗ് 3/2. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച 6 സ്റ്റാൻഡേർഡ് റിസൾട്ടുകളിൽപ്പെട്ട റിസൾട്ട് വന്നല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുമ്പോഴാണ് ഇത്തരം 6 പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ അതിവിടെ വന്നു. അതായത് ഇതുവരെ പഠിപ്പിച്ച എല്ലാ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും കൃത്യമായിട്ട് അറിയണം. അതിന് ലിമിറ്റ് കൊടുത്ത് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ നാം ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്റഗ്രൽ 0 to π/4 tan x dx. അറിയില്ല എല്ലാവർക്കും ടാൻ എക്സിന്റെ ഇന്റഗ്രൽ. നമ്മൾ അവസാനം പഠിച്ച ആദ്യത്തെ സെക്ഷനിൽ അറിയാത്ത എന്നാൽ നമ്മൾ പിന്നീട് പഠിച്ച ഒരു ഇന്റഗ്രൽ ടാൻ എക്സ്. എന്താ ടാൻ എക്സിന്റെ ഇന്റഗ്രൽ? ലോഗ് മോഡ് സീക് എക്സ്. കോട്ടെക്സോ ലോഗ് മോഡ് സൈൻ എക്സ്. കൊസീകെക്സോ ലോഗ് മോഡ് കൊസീകെക്സ് മൈനസ് കോട്ടെക്സ്. സീകെക്സോ ലോഗ് മോഡ് സീകെക്സ് പ്ലസ് ടാൻ എക്സ്. ഇതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ലോഗ് മോഡ് സീകെക്സ് ആണ്. ഞാൻ π/4 എന്നുള്ള ലിമിറ്റ് കൊടുക്കുകയാണ് ആദ്യം. എന്നിട്ട് -0 എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നു. അന്നേരം എന്ത് കിട്ടുന്നു? ലോഗ് സീക്ക് π/4 മൈനസ് ലോഗ് സീക്ക് 0. മോഡ് ഒഴിവാക്കിയത് എന്താ? മോഡ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് പോസിറ്റീവ് നമ്പറാണ്. അതുകൊണ്ട് മോഡ് അങ്ങ് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. ആരാ സീക്ക് π/4? അറിയില്ലേ? കോസ് π/4 അറിയാലോ, 1/√2. അതിന്റെ റെസിപ്രോക്കൽ അല്ലേ വരിക. അപ്പോൾ ലോഗ് √2 മൈനസ് സീക്ക് 0 കോസ് 0 1 സീക്ക് 0 1. അപ്പോൾ ലോഗ് സീക്ക് 0 എന്ന് പറയുന്നത് ലോഗ് 1. ഓക്കെ, ശരി. ലോഗ് 1 0 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ലോഗ് 1 0 ആണ്. അല്ലെങ്കിൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞ ലോഗ് √2/1 എന്നാണ് വരിക. ആ അർത്ഥത്തിൽ നമുക്ക് പറയാം എന്തായാലും ഇത് 0 ആയതുകൊണ്ട് നമുക്ക് ലോഗ് √2 എന്ന് കിട്ടും. ലോഗ് √2 എന്നുള്ള ആൻസറിന് റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇത്ര എഴുതിയാൽ തന്നെ ആൻസർ ആണ്. എങ്കിലും നമുക്കിത് കൂടെ എഴുതാം. വേണമെങ്കിൽ √2 എന്ന് പറഞ്ഞാൽ 2/1/2 എന്ന്. ലോഗിന്റെ പ്രോപ്പർട്ടി ലോഗ് m/n = n log m. അപ്പോൾ ഈ 1/2 നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് എഴുതാം. 1/2 log 2. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസർ ആയില്ലേ? 1/2 log 2. ഇതാണ് ഇന്റഗ്രൽ 0 to π/4 tan x dx. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഒരു സെക്ഷൻ ചെയ്യാൻ പോവാണ്. ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഹെഡിങ് നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ. അകത്തുള്ളൊരു ഫംഗ്ഷന് ടി കൊടുക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടോ എന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും. ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അകത്തുള്ളതിന് ടി കൊടുക്കുമ്പോൾ dt എന്നുള്ള ഫോമിലേക്ക് അല്ലെങ്കിൽ ചെറിയ കോൺസ്റ്റന്റിലുള്ള വ്യത്യാസമുള്ള ഫോമിലേക്ക് വരും. ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതാണ് അടുത്ത ഡിസ്കഷൻ. ഹെഡിങ് എല്ലാവരും എഴുതിയല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 82. ഇന്റഗ്രൽ 0 to 1 x divided by s² + 1 dx. ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടല്ലോ. യെസ്, നമുക്ക് ആർക്ക് കൊടുക്കാം? ടി. പറ. s² + 1 ആണ് അകത്തുള്ള ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് 2x dx. അതിലേക്ക് എത്തിക്കാൻ പറ്റുന്ന x dx ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് സംശയിക്കേണ്ടതില്ല. s² + 1 ഞാൻ ടി എന്ന് കൊടുത്തു. 2x dx dt ആയി. ഇവിടെ x dx ഉള്ളൂ. അപ്പോൾ അതിന് ഹാഫ് dt എന്ന് എഴുതാം. x dx ന് ഹാഫ് dt എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായി മാറി? ഇതങ്ങ് ഒഴിവാക്ക്. 0 to 1 തൽക്കാലത്തേക്ക് മാറ്റിവെക്കൂ. ബാക്കി എന്ത് വരും? x dx പകരം ഹാഫ് dt എന്നായി അല്ലേ? ഇന്റഗ്രൽ ഹാഫ് dt ഡിവൈഡ് ബൈ ടി അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ dt/t എന്ന് കിട്ടി. ഹാഫ് dt/t അല്ലെങ്കിൽ ഇന്റഗ്രൽ ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ dt/t എന്ന് കിട്ടി. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാണ്. ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ dt/t അല്ലെങ്കിൽ 1/t dt ഇതേ ലിമിറ്റ് ഞാൻ കൊടുത്തു. 0 to 1 എന്നുള്ള ലിമിറ്റ് കൊടുത്തു. ഈ എഴുതിയത് ശരിയാണോ തെറ്റാണോ? സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കറക്റ്റാണ്, ബാക്കി എല്ലാം ശരിയാണ്. ഈ ലിമിറ്റ് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ എഴുതിയത് ശരിയാണോ തെറ്റാണോ? ശരിയാണെന്ന് അഭിപ്രായമുള്ളവരുണ്ടോ? എങ്കിൽ ശരിയായിട്ടുള്ള ആൻസർ ഈ എഴുതിയത് തെറ്റാണ് എന്നുള്ളതാണ്. എന്താ കാരണം? ഇവിടെ എക്സിന്റെ വേരിയേഷനാണ് 0 to 1. എക്സ് വേരി ചെയ്യുന്നതാണ് 0 മുതൽ 1 വരെ. ഇവിടെ വേരിയബിൾ എക്സ് ആണ്, ഇവിടെ വേരിയബിൾ ടി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ടിയുടെ വേരിയേഷനാണ്. ഇവിടെ എക്സിന്റെ വേരിയേഷൻ 0 to 1, ദാറ്റ് ഈസ് കറക്റ്റ്. ബട്ട്
ടിയുടെ വേരിയേഷൻ 0 to 1 അല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതാൻ പാടില്ല എന്ന് കാണിക്കാൻ ഒരു തവണ ഞാൻ എഴുതിയതാണ്. അപ്പോൾ ടി എവിടെ നിന്ന് എങ്ങോട്ട് വേരി ചെയ്യുന്നു എന്ന് നമുക്കറിയണ്ടേ? അത് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നോക്കൂ, എക്സ് സീക്വൽ 0 ആകുന്ന സമയത്ത് ടി ആര് വരും? 0² + 1, ദാറ്റ് ഈസ് 1. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് ടി ഈക്വൽ ടു 1² + 1. ഓക്കെ, 1² + 1, ദാറ്റ് ഈസ് 2. അപ്പോൾ ടിയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് 1 to 2 ആണ്, അല്ലാതെ 0 to 1 അല്ല. അപ്പോൾ ഇത് ശരിയാകണമെങ്കിൽ എന്ത് വേണം? 0 to 1 എന്നുള്ളത് മാറ്റിയിട്ട് 1 to 2 എന്നാക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ 1 to 2 1/t dt എന്ന് എഴുതിയാൽ ഇത് കറക്റ്റായി. അപ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കണം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ടും ലിമിറ്റ് ചേഞ്ച് ചെയ്തിരിക്കണം. അത് മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത്. പുതിയ വേരിയബിൾ അനുസൃതമായിട്ട് ലിമിറ്റ് മാറ്റിയിരിക്കണം. ക്ലിയർ ആണല്ലോ? 1/2 ഇൻറ്റു ആരാ? ഇൻ്റഗ്രൽ 1/t log mod t. ഇനിയൊക്കെ ബാക്കി സാധാരണ പോലെ log mod t ലിമിറ്റ് നമുക്ക് കൊടുക്കാം. 1/2 ഇൻറ്റു log mod t ഫ്രം 1 to 2. അപ്പോൾ log mod t ഫ്രം 1 to 2 മോഡ് എഴുതാതിരിക്കാനുള്ള കാരണം ഇതൊക്കെ പോസിറ്റീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ log 2 - log 1 എന്ന് ബ്രാക്കറ്റിനകത്ത് വരും. log 1 നേരത്തെ പറഞ്ഞ പോലെ 0. 1/2 log 2 എന്ന ആൻസറായി. 1/2 log 2. അപ്പോൾ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ വേരിയബിളിന് അനുസൃതമായി ലിമിറ്റ് മാറ്റിയിരിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പുതിയ വേരിയബിളിന് അനുസൃതമായി ലിമിറ്റ് മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ശരിയാവില്ല. നമുക്ക് ഈ പ്രോബ്ലത്തിന് ആൻസർ എഴുതിയതിനു ശേഷം ആ ഒരു കാര്യം നോട്ട് ചെയ്യാൻ പ്രത്യേകം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നോട്ട് എന്ന് എഴുതിക്കോളൂ. when we use integration by substitution to evaluate definite integral, we must change the limit of integration according to the new variable. ഇതാണ് ഇതിൽ ഓർത്തു വെക്കേണ്ട കാര്യം. പുതിയ വേരിയബിളിന് അനുസൃതമായിട്ട് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മാറ്റണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ. വൃത്തിയായിട്ട് എഴുതി വെച്ചല്ലോ. കുറച്ച് ചോദ്യം കൂടെ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കുറച്ച് ഒരു പ്രയാസമുണ്ടാകും, കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും ഈ ഒരു മെത്തേഡും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാം. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യനാണ്. എക്സാമിനൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യം. വെരി ഈസിയാണ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി ആർക്കാ ടി കൊടുക്കേണ്ടത് എന്ന്. ആർക്കാ ടി കൊടുക്കേണ്ടത്? tan ഇൻവേഴ്സ് എക്സിന് ടി കൊടുത്താൽ 1/1 + s² dx dt ആകുമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ? tan ഇൻവേഴ്സ് എക്സിന് ടി കൊടുത്താൽ 1/1 + s² dx dt ആവും. ഇനി ഇത്രയും എഴുതിയാൽ മതിയോ? പോരാ. ഇപ്പോൾ ഞാൻ മുകളിൽ ടി എന്നായി, ബാക്കി dt ആയി. അപ്പോൾ ഇന്റഗ്രൽ ടി dt എന്നായി. ലിമിറ്റ് 0 to 1. ഇത് എക്സിന്റെ വേരിയേഷനാ, നമുക്ക് ടിയുടെ വേരിയേഷൻ കിട്ടണ്ടേ. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ടി ആരാണെന്ന് എഴുതണം. ടി ഈക്വൽ tan ഇൻവേഴ്സ് 0. ആരാ tan ഇൻവേഴ്സ് 0? അത് 0 തന്നെ. അപ്പം ഇവിടെ എക്സ് 0 ആകുമ്പോൾ ടിയും 0യാ. അതേ സമയത്ത് എക്സ് ഈക്വൽ 1 ആകുമ്പോഴോ ടി ഈക്വൽ tan ഇൻവേഴ്സ് 1. ആരാ tan ഇൻവേഴ്സ് 1? π/4. അപ്പോൾ ടി വേരി ചെയ്യുന്നത് 0 മുതൽ π/4 വരെയാണ്. എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ 1 വരെയാണ്. അപ്പോൾ നമ്മൾ ടിയിലേക്ക് മാറ്റുമ്പോൾ ലിമിറ്റ് 0 മുതൽ π/4 വരെ മാറ്റണം. ഓക്കെ, 0 to π/4 ടി, ബാക്കി ഡി ടി. ടിയുടെ ഇന്റഗ്രൽ എന്താ? t²/2 അല്ലേ? ബാക്കി ഇനി ഞാൻ വിശദീകരിക്കേണ്ട. 1/2 വേണമെങ്കിൽ പുറത്തെടുക്കാം. 1/2 ഇൻറ്റു t², 0 to π/4. ഇവിടെ 0 എന്ന് കൊടുത്താൽ 0 എന്നാ കിട്ടുക. അതുകൊണ്ട് ആ സ്റ്റെപ്പ് കൊടുക്കണമെന്നില്ല. അപ്പം നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. π/4ന് ടിക്ക് π/4 കൊടുത്താൽ മതി. π/4 സ്ക്വയർ π²/16 അല്ലേ? ഇപ്പോൾ 1/2 ഇൻറ്റു π²/16, ദാറ്റ് ഇസ് π²/32. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാ, നന്നായിട്ട് പഠിച്ചു നോക്കുക. π²/32 ലിമിറ്റ് മാറ്റാൻ മറക്കരുത്. ഓക്കെ, 84ാമത്തെ ക്വസ്റ്റ്യൻ. ചോദ്യങ്ങൾ കുറച്ച് കനം കൂടി വരും, അതിനനുസരിച്ച് നമുക്കിത് ചെയ്യാനുള്ള എളുപ്പവും കൂടി വരണം. ഓക്കെ, ശരി. ഇന്റഗ്രൽ -1 to 1 5x⁴² of x⁵ + 1 dx. ആർക്കാ ടി കൊടുക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും വേഗം മനസ്സിലായി അല്ലേ? x⁵ + 1 ടി കൊടുത്താൽ 5x⁴ dx dt ആവും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് മാറും അല്ലേ? ശരി, ലിമിറ്റ് മാറ്റാൻ മറക്കരുതേ. എക്സ് -1 ആകുമ്പോൾ ടി ആറാകുമെന്ന് എഴുതണം. എക്സ് -1 ആകുമ്പോൾ ടി ഈക്വൽ -1⁵ + 1 ഈസ് ഈക്വൽ ടു 0. ഇത് -1 + 1 0. എക്സ് ഈക്വൽ 1 ആകുമ്പോഴോ എക്സ് ഈക്വൽ 1 അപ്പോൾ ടി ഈക്വൽ 1⁵ + 1, ദാറ്റ് ഇസ് 2 അല്ലേ? അപ്പോൾ ഇന്റഗ്രൽ 0 to 2 √t dt എന്ന് വരും. ഇന്റഗ്രൽ 0 to 2 √t, ബാക്കിയുള്ള dt. √tയുടെ ഇന്റഗ്രൽ എന്താ? 2/3 t⁵3/2. പെട്ടെന്ന് പറയാൻ കഴിയണം. ഓക്കെ, ഇന്റഗ്രൽ 0 to 2 √t dt എന്ന് പറയുന്നത് 2/3 t⁵3/2. ലിമിറ്റ് 0 to 2. 2/3 ഞാൻ പുറത്തെഴുതി.
കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. അപ്പോൾ 2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 2/3 × 2^3/2 -0 എന്നാ വരിക. അത് എഴുതണമെന്നില്ല. ഓക്കെ, ആരാ 2^3/2? 2^1/2 ആണ്. √2 ക്യൂബ്, √2 × √2 × √2 2√2 എന്ന് വരും അല്ലേ. 2/3 × 2√2, അതായത് 4√2/3 ആണ് എൻ്റെ ഫൈനൽ ആൻസർ. നല്ല ക്വസ്റ്റ്യനാണ്, ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് പഠിക്കുക. 4√2/3 എന്നാണ് എൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, 85ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ഇന്റഗ്രൽ x × √(x + 2dx) ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്തിട്ടുണ്ട്. അതിന് ലിമിറ്റ് കൊടുത്താൽ ഇവിടെ ആൻസർ ആവും. നമുക്കറിയാം, ചോദ്യം കാണുമ്പോൾ ഈസി ആണെങ്കിലും ചെയ്യാൻ കുറച്ചുണ്ടാവും അല്ലേ. എന്തായാലും നമ്മൾ ചെയ്തേ പറ്റൂ. നോക്കൂ, ആര് കട്ടി കൊടുക്കുക? x + 2 വരെ. അപ്പോൾ dx-ഉം dt ഒക്കെ ഈക്വൽ ആവും അല്ലേ. ശരി, അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്. എക്സിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x = t-2. നിങ്ങൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്ത കാര്യമാണ്. x = t-2. ഇനി ലിമിറ്റ് എക്സിൻ്റെ ഏതാ? ടീയിലേക്ക് മാറ്റണ്ടേ? x = 0 ആകുമ്പോൾ t = 0 + 2 = 2. x = 2 ആകുമ്പോൾ t = 2 + 2. t = 2 + 2. ഈ എക്സിന് 2 കൊടുത്താൽ മതി. 2 + 2 = 4. അപ്പോൾ ഇന്റഗ്രൽ 2 to 4 എന്നായി. ഇത് √t ആയി. എക്സിന് പകരം t-2 എന്ന് എഴുതാം, dx-ന് പകരം dt എന്നും എഴുതാം. ഓക്കെ, ആ മാറ്റങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇനി √2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. t⁻1/2 × t⁻1 t⁻3/2 -2√t. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആരാ t⁻3/2 ഇൻ്റഗ്രൽ? t⁻3/2 + 1/3/2 + 1. ഓക്കെ, -2 × 2/3 t⁻3/2. ഇനി ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയുന്നതാ. 3/2 + 1 5/2. 1.5 1 കൂട്ടിയാൽ 2.5 5/2. ഇതും 5/2. 5/2നെ 2/5 എന്ന് എഴുതാം. ഇവിടെ 4/3 എന്ന് എഴുതാം. ആ മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി 4 എന്നുള്ള ലിമിറ്റ് ഞാൻ ടീക്ക് ആദ്യം കൊടുക്കുക. അപ്പോൾ 2/5 4/5/2 -4/3 4/3/2 മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കുക. പിന്നെ 2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. 2 × 2^5/2/5 -4/3 × 2^3/2. ഇതിങ്ങനെ പറയുന്നതിനേക്കാൾ എളുപ്പം എഴുതല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതിയാൽ അത് മനസ്സിലാകും. മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 4/5/2 എന്താ, എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് അപ്രോക്സിമേഷൻ ബൈ ഡിഫറൻഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4/1/2. ആരാ 4/1/2? 2/5 എന്നാ വരിക. 4/1/2 5 2/5 32. അപ്പോൾ 2 × 32 ആരാ? 64/5 അല്ലേ. ഇത് 4/1/2 2 ക്യൂബ് 8 4 × 8 32/3. അപ്പോൾ ഇത് 32/3 എന്ന് വരും. അതേപോലെ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരും. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ശ്രദ്ധിച്ച് ചെയ്യണം. മൈനസും പ്ലസും ഒക്കെ മാറിയതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്രാക്കറ്റ് ഒഴിവാക്കിയതാ. ഓക്കെ, ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 16√2/15 രണ്ട് ടേമിലും കോമൺ. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സുന്ദരമായിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് ഇത്ര വരെ നമുക്ക് എന്തുള്ളൂ? ഈ ഒരു സ്റ്റെപ്പ് വരെ നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉള്ളൂ. ബാക്കി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, 86ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to π/2√sin5 cos⁵5 d⁵. അല്ലേ, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടി കൊടുക്കേണ്ടത് ആർക്കാണ്? sin⁵ക്കാണ്. റൂട്ടിനകത്തുള്ള sin⁵ക്കാണ് ടി കൊടുക്കേണ്ടത്. പക്ഷെ അപ്പം d⁵ ആയിട്ട് നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് നമുക്ക് വേണ്ടത് dt ആയിട്ട് വേണ്ടത് പുറത്തുള്ള ആളല്ലേ. cos⁵ എന്ന് പറയുന്നത് sin⁵ ഡെറിവേറ്റീവ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ cos⁵ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? പറ. cos⁴ × cos⁵ d⁵ എന്ന് മാറ്റി എഴുതും. ഓക്കെ, ഞാൻ sin⁵ ടി കൊടുക്കുന്നു. അന്നേരം cos⁵ d⁵ = dt എന്ന് കിട്ടുന്നു. വേരിയബിൾ പുതിയ ലിമിറ്റിനനുസരിച്ച് ഞാൻ മാറ്റുന്നു. φ = 0 ആകുന്ന സമയത്ത് t = sin 0 = 0. φ = π/2 ആകുന്ന സമയത്ത് t = sin π/2 = 1 എന്നൊക്കെ മാറുന്നു. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ cos⁴ cos⁵ എന്ന് എഴുതുന്നു. ഇപ്പോഴും ആൻസർ ആയിട്ടില്ല. sin⁵ ഡെറിവേറ്റീവ് cos⁵ അതൊക്കെയാണ്. പക്ഷെ കോസ് ഇവിടെ നിന്ന് മാറ്റണം. ഇതിനെങ്ങനെ എഴുതാം? cos² എന്ന് എഴുതാം. cos². ആരാ cos²? 1 - sin². അപ്പോൾ 1 - sin²⁵² എന്ന് എഴുതാം. 1 - sin²⁵². പിന്നെ cos⁵ d⁵. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് sin⁵ എന്ത് കൊടുക്കാം? ഈ ടി എന്നുള്ള വേരിയബിൾ കൊടുക്കാം. ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ √t 1 - t² cos⁵ d⁵ ആരായി മാറി? dt ആയി മാറി.
ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ 1 - 2t² + t⁻⁴ എന്ന് വരും. എന്നിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. t⁻⁴/2 അല്ല, ഇവിടെ √t×1 ദാറ്റ് ഇസ് √t എന്ന് എഴുതാം. ഇവിടെ t⁻⁴/2 × t⁻², t⁻² + 1/2 t⁵/2 എന്നാകും. ഇവിടെ 4 + 1/2 4.5 9/2 എന്നാകും. ആ മാറ്റങ്ങളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈ സ്റ്റെപ്പൊന്നും ഞാൻ പറയണ്ടല്ലോ. 2/3 t⁻³ ഇത് t⁵5/2 + 1/5/2 + 1 അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാ, മുന്നത്തെ ക്ലാസ് പഠിച്ചിട്ടുള്ളതാ. ആ കാര്യങ്ങൾക്കനുസരിച്ച് ഞാൻ ഇവിടെ മാറ്റി കൊടുത്തു. എന്നിട്ട് സിമ്പിളാണ്. ഇവിടെ ലിമിറ്റ് 0 to 1 അല്ലേ? 0 എന്നുള്ള ലിമിറ്റ് കൊടുത്താൽ എന്തായാലും എല്ലാ ടേമും 0 ആവും. അതുകൊണ്ട് അത് കൊടുക്കണ്ട, 1 കൊടുത്താൽ മതി. 1 കൊടുത്താലോ ടി ഒക്കെ അങ്ങ് ഒഴിവാക്കപ്പെടും. ബാക്കി 2/3 - 4/7 + 2/11 എന്ന് വരും. ഓക്കെ, ഫ്രാക്ഷൻ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാലോ. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 64/2 31 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. 87ാമത്തെ ക്വസ്റ്റ്യനായി. ഇനി വെരി ഈസിയാണ്. ഇതുവരെ ചെയ്തൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചിലതൊക്കെ. ഇതൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം cos x ന് t കൊടുത്താൽ sin x dx dt മാറ്റപ്പെടുമെന്ന് അല്ലേ? cos x ന് t കൊടുത്താൽ sin x dx sin x dx dt ആകും. അന്നേരം sin x dx dt ആകും. അപ്പോൾ ഇതിനെ ഇന്റഗ്രൽ -dt/1 + t² എന്ന് എഴുതാം. പിന്നെ ലിമിറ്റ് മാറ്റാൻ മറക്കരുത്. ലിമിറ്റ് മാറ്റണം. x = 0 ആകുമ്പോൾ t = cos 0 = 1, x = π/2 ആകുമ്പോൾ t = cos π/2 = 0. ഇവിടെ -dt ആണ്. ഇന്റഗ്രൽ 1 to 0 -dt/1 + t². കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ -dt ഉള്ളതുകൊണ്ട് മൈനസിനെ പുറത്തെടുക്കാം. മൈനസിനെ പുറത്തെടുത്താൽ ഇന്റഗ്രൽ 1 to 0 dt/1 + t² എന്നാവും. ആരാ ഇന്റഗ്രൽ മൈനസ് കഴിഞ്ഞിട്ട് മൈനസ് പുറത്തെടുത്തിട്ടുണ്ട്? ഇന്റഗ്രൽ 1 to 0 1/1 + t² tan t അല്ലേ? 1 to 0 എന്നുള്ള ലിമിറ്റ് കൊടുത്തു. മൈനസ് കഴിഞ്ഞ് tan 0 - tan 1 എന്ന് എഴുതി. ഓക്കെ, അര tan 0 0, അര tan 1 π/4 -0 - π/4. ഫൈനൽ ആൻസർ എന്താ? π/4. സിമ്പിൾ അല്ലേ? ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ, 88ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്റഗ്രൽ 1/a² + bx + c ചെയ്ത് ഓർക്കുന്നില്ലേ? ആ ഒരു മെത്തേഡിലുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അവിടെ നമുക്ക് സത്യത്തിൽ എന്തിൻ്റെ ആവശ്യമില്ല? സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ തന്നെ ആൻസർ പറയാം. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊരു നിയമമല്ല. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയുള്ള പല ടെക്നിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ ഈസിയാണ്. s² + 2x കഴിഞ്ഞാൽ പിന്നെ 1 ആ വേണ്ടത് നമുക്കറിയാം. അപ്പോൾ 5നെ 1 + 4 എന്ന് എഴുതി. അതല്ലേ ഇവിടെ എളുപ്പം അല്ലേ? അല്ലെങ്കിൽ s + 1 ഹോൾ സ്ക്വയർ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ 5ൽ നിന്ന് ഇതിൻ്റെ പകുതിയുടെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്ത് എഴുതാം. അതൊക്കെ അതിൻ്റെ മാർഗ്ഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചവർക്ക് ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ശരി, s² + 2x + 1 എനിക്കിതാണ് ഇവിടെ വളരെ എളുപ്പമായിട്ട് തോന്നുന്നത്. s² + 2x + 1 + 4 എന്ന് മാറ്റി എഴുതുന്നു. ഇത് s + 1 ഹോൾ സ്ക്വയർ ആ, അടുത്ത 2² ഓക്കെ, ഇതെന്താ? ഇന്റഗ്രൽ 1/ ഇന്റഗ്രൽ dx/s² + a² എന്നുള്ള ഫോർമുല 1/a tan 1 x/a അല്ലേ? 1/2 tan 1 x + 1/2 ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ -1 to 1. 1/2 കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. ഇവിടെ 1 കൊടുത്താൽ 1 + 1/2 tan 1 എന്ന് വരും. -1 കൊടുത്താൽ 0 എന്ന് വരും. അപ്പോൾ 1/2 × tan 1 - tan 0 എന്ന് കിട്ടും. tan 1 π/4, tan 0 0, 1/2 × π/4 ആൻസർ π/8. കൃത്യമായിട്ട് മനസ്സിലാക്കാം. നല്ല ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് പഠിക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ആൻസർ π/8. 89ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to π/2 cos x dx. cos x എന്ന് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് എന്താ? രണ്ട് റിസൾട്ടുകൾ. cos x = 1 + cos 2x/2. ഓർക്കുന്നില്ലേ ഇത്? cos x = 1 + cos 2x/2. അത് sin x ആണെങ്കിൽ 1 - cos 2x/2. ആ ലിമിറ്റ് ഒന്ന് ആ വാല്യൂ ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 ഒന്ന് പുറത്തെടുക്കുക. ഇതേ ചോദ്യം മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇന്റഗ്രൽ എഴുതുക. s + sin 2x/2 എന്നുള്ള ഇന്റഗ്രൽ ഞാൻ എഴുതി. ലിമിറ്റ് 0 to π/2 കൊടുത്തു. ഓക്കെ, ഇവിടെ 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ അവിടെ 0 ഇതും 0 ആയിട്ട് മാറും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല. π/2 മാത്രം കൊടുത്താൽ മതി. π/2 + sin 2 × π/2/2. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ ആരാ 2 × π/2? ആദ്യം π/2 വന്നു. പിന്നെ sin 2 × π/2 sin π അല്ലേ? അതും 0 ആയി. അപ്പോൾ 0 ആകുന്ന ടേമൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കി. അതൊന്നും എഴുതുന്നില്ല കേട്ടോ. 1/2 × π/2 = π/4. അപ്പോൾ ഇതിൻ്റെ ആൻസർ π/4 ആണ്. cos x ചോദിക്കുമ്പോൾ sin x ചോദിക്കാം അല്ലേ? അപ്പോൾ sin x നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ഈ റിസൾട്ട് കൊടുത്താൽ മതി. 1 - cos 2x/2 എന്നുള്ള റിസൾട്ട് കൊടുത്താൽ മതി. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കൂ. എന്താ കിട്ടിയത്?
നേരത്തെ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല അല്ലേ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാം, ഇവിടെ π/2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ π/2 എന്ന് വരും. -sin2 × π/2, 2 ക്യാൻസൽ ചെയ്യും, അപ്പോൾ sin π വരും. sin π 0 ആണ്. അപ്പോൾ π/2 ഇവിടെ കൊടുത്താൽ 0 എന്നാണ് കിട്ടുക. 0 എന്ന് ഇവിടെ കൊടുത്താലും 0, ഇവിടെ കൊടുത്താലും 0. അപ്പോൾ ആകെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? π/2 മാത്രം. 1/2 × π/2. ആൻസർ നേരത്തെ കിട്ടിയ പോലെ π/4 ആണ് അല്ലേ. ഈ ചോദ്യങ്ങൾ അവസാനം ചെയ്ത 89, 90 ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് വേറൊരു മാർഗത്തിൽ ചെയ്യാം. അതിന് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിക്കണം. അത് നമുക്ക് വളരെ രസകരമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് നമുക്ക് മറ്റൊരവസരത്തിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈ അസൈൻമെൻറ്റുകളൊക്കെ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ചിലതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനാണ്, ചിലതൊക്കെ വളരെ നേരിട്ട് ചെയ്യാവുന്നതാണ്, ചിലത് ചെറിയ സിംപ്ലിഫിക്കേഷനിലൂടെ കണ്ടില്ലേ, ചെറിയ സിംപ്ലിഫിക്കേഷനിലൂടെ ചെയ്യേണ്ടതാണ്. മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഇതിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. സ്വന്തമായിട്ട് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി, ഇതിൻ്റെ ആൻസറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളൊരു ശ്രമം നടത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റിന് ആൻസർ ഏതാണ് കറക്റ്റ് നോക്കി എഴുതിയാലും അത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാം നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്ലാസ്, ഏറ്റവും പ്രധാനം ഒന്നാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ അവസാനം വരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ് മുതൽ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ വളരെ കൃത്യമായിട്ട് കാണാതെ പഠിക്കേണ്ടത് കാണാതെ പഠിച്ചും, ടെക്നിക്കുകൾ ഓർത്തു വെക്കേണ്ട സ്ഥലത്ത് ടെക്നിക്കുകൾ ഓർത്തു വെച്ചും ഇൻ്റഗ്രേഷനെ നമ്മളെ വരുതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് +2 പഠിക്കുന്ന, +2 സയൻസിൽ അല്ലെങ്കിൽ +2 മാത്തമാറ്റിക്സ് പഠിക്കുന്ന നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഓർത്തു വെക്കുക. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സമയങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഉള്ള സമയം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.